മറ്റൊരു വാർത്തയിലേക്ക്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിൽ കോൺഗ്രസിൽ പോര്. പ്രഖ്യാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് മുതിർന്ന നേതാവ് വി എം സുധീരൻ കത്തയച്ചു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അഴിമതി ആരോപിച്ചുവെങ്കിലും ഇപ്പോൾ പ്രശ്നമില്ലെന്ന് ബോധ്യപ്പെട്ടതിനാലാകാം മുന്നോട്ടു പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. നാളെ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിലും വിഷയം പ്രതിപക്ഷം ഉയർത്തും. വീര്യം കുറഞ്ഞ മദ്യത്തിന് UDF സർക്കാർ നികുതി കുറച്ചതിൽ ബജറ്റ് ദിവസം തന്നെ അതൃപ്തി അറിയിച്ചെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരന്റെ വെളിപ്പെടുത്തൽ. തുടർന്നാണ് നികുതി കുറയ്ക്കാനുള്ള പ്രഖ്യാപനം പിൻവലിക്കാനുള്ള നിർണായക നീക്കം നടത്തുന്നത്. മാനിഫെസ്റ്റോയ്ക്ക് നിരക്കാത്ത പ്രഖ്യാപനങ്ങൾ നടത്തിയത് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. വീര്യം കുറഞ്ഞതെന്ന പേരിൽ നടത്തുന്ന മദ്യവ്യാപാരം ആപത്തെന്നും വി എം സുധീരൻ കൂട്ടിച്ചേർക്കുന്നു. കോൺഗ്രസിലും UDFിലും വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെയാണ് ബജറ്റ് പ്രഖ്യാപനമെന്ന വിമർശനം ഇതിനകം ഉയർന്നിട്ടുണ്ട്. ബജറ്റ് പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിശദീകരിച്ചതെങ്ങനെ? അല്ല, കഴിഞ്ഞ ഗവൺമെന്റാണ് ആദ്യം അത് കൊണ്ടുവന്നത് അല്ലേ? അവർ കൊണ്ടുവന്നല്ലേ? അഴിമതി ഇല്ലാന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കും. അതിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാനത് എനിക്ക് ഈ വകുപ്പുമായിട്ട് അറിയാൻ വയ്യ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ എക്സൈസ് വകുപ്പിനും വിയോജിപ്പുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ നയം അതേപടി തുടരേണ്ടതില്ല എന്നായിരുന്നു എക്സൈസ് വകുപ്പിന്റെ നിലപാട്. വകുപ്പറിയാതെ നിർണായക തീരുമാനമെടുത്തുന്ന വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. നാളെ നിയമസഭ സമ്മേളിക്കാനിരിക്കെ മദ്യനികുതിയിൽ ഭരണപക്ഷത്തു നിന്നുള്ള എതിർപ്പുകളും ചർച്ചയാകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.